CPM പ്രവർത്തകനായ ദാസ് പി ജോർജ് എന്നയാളാണ് മുഖ്യമന്ത്രിയുടെ കോന്നിയിൽ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നുവെന്നും തനിക്കാണ് തെറ്റ് സംഭവിച്ചെന്നും താൻ മദ്യപിച്ചിരുന്നെന്നും ദാസ് പി ജോർജ് പ്രതികരിച്ചു. തുടർഭരണം ലഭിച്ചാൽ ഇനിയുള്ള വികസനം എങ്ങനെയെന്നായിരുന്നു താൻ ചോദിക്കാൻ ഉദ്ദേശിച്ചെന്നും ദാസ് പി ജോർജ് കൂട്ടിച്ചേർത്തു. ആ വേദി തെറ്റാണ്, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, അത് പൂർണ്ണമായിട്ട് എൻ്റെ തെറ്റാണ്. ചോദ്യം 20,000 രൂപയുടെ വികസനം ചെയ്തു കഴിഞ്ഞു, 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞു. കാരണം തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം ഞാൻ പേപ്പർ ഒരു സാമാന്യം വായിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ പേപ്പറിൽ നിന്നുള്ള അറിവ് വെച്ച്, കാരണം ഇത്രയും വികസനങ്ങൾ ചെയ്ത് മുന്നോട്ട് അടുത്ത 5 വർഷം വികസനം ചെയ്യാൻ, കാരണം കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെ അപ്പോൾ മുന്നോട്ടുള്ള വികസനം എങ്ങനെ നടക്കും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു. ദാസ് പി ജോർജുമായി സംസാരിച്ച ഷിജോ കുര്യൻ കോന്നിയിൽ നിന്ന് ചേരുകയാണ്. ഷിജോ, ഈ ദാസ് പി ജോർജിന്റെ ഇപ്പോഴത്തെ ഒരു മനോനില എന്താണ്? SKN എന്തായാലും ഇന്നലെ ചോദ്യം ചോദിച്ചതിന്റെ ആവേശവും മറ്റു കാര്യങ്ങളുമൊന്നും ഇന്ന് ദാസ് പി ജോർജിന്റെ ശരീരഭാഷയിലും സംസാരത്തിലും ഇല്ല. ഇന്നലെ അദ്ദേഹം വലിയ ആവേശത്തോടു കൂടിയാണ് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സഹാവെ ഒരു ചോദ്യമെന്ന് ചോദിക്കുകയും അതിന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം മുഖ്യമന്ത്രി തുടരുകയും ചെയ്തത്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ആ പ്രദേശത്തുള്ള ഈ ദാസ് പി ജോർജിന്റെ അടുത്തുള്ള അയൽവാസികളുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു വരുന്ന വഴിക്ക്. അപ്പോൾ അവരെല്ലാം പറയുന്നത് രാവിലെ അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രിയെ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള പ്രതികരണമൊക്കെ ആ വീടിൻ്റെ അടുത്തുള്ള ആളുകളോടൊക്കെ ദാസ് പി ജോർജ് നടത്തിയിരുന്നു. പക്ഷേ എന്നാൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് താൻ ചോദിച്ചത് തെറ്റാണ്. ആ വേദിയിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ താൻ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അതിൽ തനിക്ക് ഒരു കുറ്റബോധമുണ്ട്, താൻ അത് തിരിച്ചറിയുന്നു. പക്ഷേ തൻ്റെ ചോദ്യം തെറ്റായിരുന്നില്ല. ആ ചോദിച്ച സ്ഥലവും സാഹചര്യവും മാറിപ്പോയി. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ താൻ ശ്രമിച്ചിട്ടുണ്ടാകും എന്നൊരു പക്ഷേ മുഖ്യമന്ത്രിക്ക് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്നുള്ളൊരു കാര്യമാണ് ദാസ് പി ജോർജ് പറയുന്നത്. അതിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള വിഷമം ഇല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ദാസ് പി ജോർജ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. താൻ കഴിഞ്ഞ 10-25 വർഷമായിട്ട് പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ്, താനൊരു കൂലിപ്പണിക്കാരനാണ്. നമ്മൾ നേരത്തെ പോയ വീട്ടിൽ ദാസ് പി ജോർജ് മാത്രമാണ് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പുല്ലുവെട്ടാനൊക്കെ പോയിട്ടാണ് ഉപജീവന മാർഗം നടത്തുന്നത്. അത് മാത്രവുമല്ല, നാട്ടിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാനും മറ്റ് പാർട്ടി കാര്യങ്ങളിലുമൊക്കെ ഇടപെടാൻ പോകുന്ന സജീവ പാർട്ടി പ്രവർത്തകനാണ്. തൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന വേദിയിൽ താനൊരു ചോദ്യം ചോദിച്ചത് തെറ്റായി പോയി എന്ന് തിരിച്ചറിയുന്നുണ്ട്. അതിനകത്ത് തനിക്കൊരു കുറ്റബോധമുണ്ട്. അതല്ലാതെ മറ്റ് വിഷമമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു പ്രതികരണമാണ് ദാസ് പി ജോർജ് നടത്തിയത്. അത് മാത്രവുമല്ല, താൻ അല്പം മദ്യപിച്ചിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ ലഹരിയിലായിരുന്നു ആ ചോദ്യം ഉയർന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ദാസ് പി ജോർജ് പറയുന്നത്. നമ്മളപ്പോൾ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ വാർത്തയായത് പിന്നാലെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രാദേശികമായിട്ടുള്ള ജില്ലാ CPM നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആരും വന്ന് കണ്ടിട്ടൊന്നുമില്ല, ആരും ഒന്നും വിളിക്കുകയോ പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, താൻ അത് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് എന്നുള്ള മറുപടിയിൽ ഈ വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ് ദാസ് പി ജോർജ് ചെയ്യുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.